ഞാൻ തൊലത് റോയൽ കസ്റ്റമർ കാവന്നൂർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, റോയൽ എൻഫീൽഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പഴയ ഒരു CI എൻജിൻ എന്ന ഒരു രാജാവിൻ്റെ ആ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന് ഫസ്റ്റ് അവകാശപ്പെടുന്ന ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് UC ക്ലാസിക് അല്ല UC സ്റ്റാൻഡേർഡ്. അപ്പം ആദ്യം തന്നെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ കഥ പറയുകയാണ്. ഹെവി ക്രാങ്ക് വണ്ടി ഇറക്കി. G2 എന്നൊരു വാഹനമായിരുന്നു ആൾക്ക് ഭയങ്കര ഡ്രീം. ഇപ്പോഴും ആളുകൾക്ക് വല്ലാത്തൊരു ആഗ്രഹമുള്ള ഒരു ഡ്രീം വണ്ടിയാണ് G2. അത് ഹെവി ക്രാങ്കുമായിട്ട് ഇറങ്ങിയിട്ടൊരു വണ്ടി. പിന്നെ അത് 72 അതിൻ്റെ G2 വന്ന് B1 ആയി. പിന്നെ B1 കുറച്ച് എനിക്കൊന്ന് 74-76 വരെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആരോ അറിയുന്ന കമൻറ്റ് ചെയ്യാം വന്നു. പിന്നെ റോയൽ എൻഫീൽഡ് വീണ്ടും ഒരു എന്താ പറയുക, അതായത് ഹെവി ക്രാങ്ക് വണ്ടിൻ്റെ ഒരു പോരായ്മ എന്നുള്ള ഒരു ജനറേഷൻ മാറുന്നതനുസരിച്ച് കുറച്ചുകൂടി സ്പീഡും മൈലേജും കൂടിയിട്ടുള്ള വണ്ടി വേണം, കുറച്ചും കൂടി പെർഫോമൻസ് കൂടിയ വണ്ടി വേണം എന്നൊരു അടിസ്ഥാനത്തിൽ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ടാണ് പിന്നെ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പോൾ G2 B1 എഞ്ചിനൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു പോരായ്മ മനസ്സിലാവുകയും അങ്ങനെ നിരന്തരമായൊരു ആവശ്യപ്രകാരമാണെന്ന് തോന്നുന്നു റോയൽ എൻഫീൽഡ് പിന്നെ വേറെ എഞ്ചിനിലേക്ക് AVL എഞ്ചിനിലേക്ക് മാറി കുറച്ച് സമയങ്ങളിൽ. പിന്നെ വീണ്ടും 2005 എലക്ട്ര 5 സ്പീഡ് വന്നു. എലക്ട്ര 2002 എലക്ട്ര വന്നെന്ന് തോന്നുന്നു. പിന്നെ 2005 എലക്ട്ര 5 സ്പീഡ് വന്നു. പിന്നെ 2004-2005 സമയത്താണ് വീണ്ടും ഹെവി ക്രാങ്ക് വഴി റോയൽ എൻഫീൽഡ് ഇറങ്ങുന്നത്. അതായത് CI എൻജിൻ, കാസ്റ്റ് അയൺ എൻജിൻ. അപ്പോൾ ഈ കാസ്റ്റ് അയൺ എൻജിൻ ആളുകൾക്ക് ആ ഒരു സമയത്തൊക്കെ എടുത്ത ആളുകൾക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാസ്റ്റ് അയൺ എൻജിനൊക്കെ എടുത്ത് ഉടനെ തന്നെ വണ്ടി ഓടിക്കാൻ വല്ല സുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വിറ്റ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ 2-3 പേരുണ്ട് വണ്ടി ഓടിക്കാൻ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട്. തുടക്കത്തിൽ റോയൽ എൻഫീൽഡ് അവകാശപ്പെട്ടിരുന്ന എൻജിൻ സെറ്റാവാൻ 25,000 കിലോമീറ്റർ ആയിരുന്നു എൻ്റെ ഒരു അറിവിൽ. ആ 25,000 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ എൻജിൻ സെറ്റ് ആവുള്ളൂ, ആ ഫ്ലോ തുടങ്ങുള്ളൂ വണ്ടി. അപ്പോൾ 1000-10,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മൾ വണ്ടികൾ വിറ്റ് ഒഴിവാക്കാമായിരുന്നു. പതി വണ്ടി ഓടിക്കാൻ സുഖമില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വണ്ടി ഓടി സെറ്റായി തുടങ്ങിയപ്പം അത് ഓക്കെ ആയി. അത് രണ്ടാമത് സെക്കൻഡ് ഓണറിനേക്ക് മിക്കവാറും കൊടുത്ത് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനത്തെ വണ്ടികളുണ്ട്. അപ്പം ആ ഒരു സമയത്ത് 2007 യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ UC എഞ്ചിനുമായിട്ട് ട്വിൻ സ്പാർക്ക് തണ്ടർബേർഡിൽ വണ്ടി ആദ്യമായിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കുന്നത്. അപ്പോൾ ആ ഇറക്കിയ വണ്ടി ആദ്യം തന്നെ തണ്ടർബേർഡിലാണ്. എപ്പോഴും ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്ന റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിൽ തന്നെയാണ്. ആ തണ്ടർബേർഡിൽ ഇറക്കിയിട്ടുള്ള ആ ഒരു എൻജിൻ വീണ്ടും 2009-2010 ആകുമ്പോഴേക്ക് CI എൻജിനിലേക്ക് മാറി. CI എൻജിൻ കംപ്ലീറ്റ് 2019 മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തു. CI എൻജിൻ്റെ 2010 വരെ സെയിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 2010 കാലഘട്ടങ്ങളിൽ തന്നെ മെല്ലെ ഒരു പതുക്കെ ആ ഒരു UC എഞ്ചിനിലേക്ക്, യൂണിറ്റ് കൺസീൽഡ് എഞ്ചിനിലേക്ക്, അതായത് ഗിയർ ബോക്സും ക്രാങ്ക് കേസും ഒന്നിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് റോയൽ എൻഫീൽഡ് മാറി. ഇത് വേറെ യാതൊരു വലിയൊരു മാറ്റങ്ങളൊന്നും ഇല്ല ഈ ഒരു വണ്ടിയിൽ. പക്കാ ഒരു ട്രഡീഷണൽ ടെക്നോളജി തന്നെയാണ്. ചെറിയ ഒരു മോഡേൺ ടെക്നോളജി കൂട്ടിയിട്ടുണ്ടെങ്കിലും കൂടി പക്കാ ഒരു ട്രഡീഷണൽ ടെക്നോളജി തന്നെയാണ് അതിലൊക്കെ റോയൽ എൻഫീൽഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഹൈഡ്രോളിക് ടാപ്പറ്റായി എന്നുള്ള അതേമാതിരി ഡീകംപ്രഷൻ ഓട്ടോമാറ്റിക്കായി എന്ന് മാത്രമാണ് അതിൻ്റെ ഡിഫറൻറ്റ് വന്നത്. അപ്പം ആ ഒരു സമയത്ത് റോയൽ എൻഫീൽഡ് ആ ഒരു CI എൻജിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു പവർ CI എൻജിൻ ഹെവി ക്രാങ്ക് 2005 കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആ ഹെവി ക്രാങ്ക് തിരിച്ചു വന്നത് അതേമാതിരി ആ ഒരു പവർ ചോരാതെ, ആ ഒരു ടോർക്ക് ചോരാത്ത രീതിയിലൊരു വണ്ടിയാണ് UC സ്റ്റാൻഡേർഡ് എന്ന കാറ്റഗറിയിൽ ഫസ്റ്റായിട്ട് വന്ന ഈ വണ്ടി. ആ വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക ഒരു പഴയ CI എൻജിൻ്റെ എല്ലാ ഗുണങ്ങളും ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ പക്ക അതേമാതിരി തന്നെയാണ്. യാതൊരു മാറ്റങ്ങളും ഒരു രീതിയിലുമില്ല. ചേസിന് മാത്രം ചെറിയ എൻജിൻ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ മാറ്റമായിട്ട് കാണാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും, ഇനി ബാക്കിൽ മഡ് ഗാർഡ് ആണെങ്കിലും ബാക്കിൽ നമ്പർ പ്ലേറ്റ് ആണെങ്കിലും. അപ്പം ഹാൻഡിൽ ബാർ തുടക്കത്തിലൊക്കെ നമ്മൾ G2 ടൈപ്പ് ഹാൻഡിൽ ബാർ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഇലക്ട്ര ടൈപ്പ് ഹാൻഡിൽ ബാർ ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലാം അതേ രീതിയിൽ തന്നെ ഇറക്കിയിട്ടുള്ളൊരു വണ്ടി. ശരിക്കും ആ ഒരു CI എഞ്ചിനോട് പക്കാ നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്, നിങ്ങളിപ്പോൾ ഈ 2025 ഈ വണ്ടി എടുക്കണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിട്ട് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏവരും ആഗ്രഹിക്കുന്നൊരു സിസ്റ്റമാണ് സെൽഫ് സ്റ്റാർട്ട്. നോക്കാട്ടോ, ഈ വണ്ടി ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്തു. പഴയ മോഡൽ UC സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്ത വണ്ടിയാണ്. പോരാത്തിന് ഡിസ്ക് ബ്രേക്കും ഉണ്ട്. പട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് കുരക്കുകയാണ്. ലൈറ്റ് കുറവായിരിക്കും, രാത്രിയിലാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റോയൽ എൻഫീൽഡ് പക്കാ ഒരു റോയൽ എൻഫീൽഡ് ഫാനാണ്. അതിനകത്തല്ല, ആദ്യമായിട്ട് റോയൽ എൻഫീൽഡ് സ്വപ്നം കാണുന്ന, ഡ്രീം കാണുന്ന ആളുകളാണ്. സ്വപ്നം കാണുമ്പോൾ എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് എല്ലാവരും ഉള്ള ആളൊന്നും അല്ലല്ലോ. സാധാരണക്കാരും മീഡിയം, പിന്നെ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ഒക്കെയാണല്ലോ നമ്മളെ ജനങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് റോയൽ എൻഫീൽഡ് സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അതൊരു ഒരു സാധാരണക്കാരുടെ സ്വപ്ന വാഹനം തന്നെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന വാഹനം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടി. അത് റോയൽ എൻഫീൽഡ് എന്നൊരു വണ്ടി, റോയൽ എൻഫീൽഡ് എന്ന ബുള്ളറ്റുമായിട്ട് പക്കാ നീതി പുലർത്തുന്ന വണ്ടി തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് ഉപയോഗിക്കുന്ന ആളുകളും നിങ്ങൾക്ക് പറയാൻ, പിന്നെ അന്വേഷിച്ചാൽ മതി. അതല്ലാതെ ഞാൻ ഈ പറയുന്ന വീഡിയോ ഒന്നും ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാതെ, മര്യാദക്ക് ഓയിൽ പോലും മാറ്റാതെ, പെട്രോൾ മാത്രം അടിച്ച് ചാവി ഓൺ ചെയ്ത് ബാറ്ററി തീരുമ്പോൾ ബാറ്ററി അങ്ങ് വെച്ച് ഓടുന്ന വണ്ടികളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വണ്ടികളെ നല്ല രീതിയിൽ അവനവൻ്റെ ശരീരം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അതേമാതിരി വണ്ടി സൂക്ഷിച്ച് കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക ഞങ്ങൾ, എന്നിട്ട് റോയൽ എൻഫീൽഡിനെ പറ്റി ഒരഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന വണ്ടിയാണ് BS3 സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഏത് വണ്ടിയാണ് നല്ലത്, CI എഞ്ചിൻ എടുക്കണോ BS3 ഒരു സ്റ്റാൻഡേർഡ് എടുക്കണോ. ഞാൻ എപ്പോഴും പറയും CI എഞ്ചിൻ എടുക്കാൻ യാതൊരു കുഴപ്പമില്ല. ഒരു പഴയ മോളൊരു വാഹനം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു മനസ്സിൽ സന്തോഷത്തിൽ വണ്ടി കൊണ്ടെടുക്കാം. CI എഞ്ചിൻ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ കുറച്ച് പിക്കപ്പ് കുറവാണെങ്കിലും അല്ലാതെ മോശമുള്ള വണ്ടിയൊന്നും അല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനത്തെ വണ്ടിയിലേക്ക് പോകാവുന്നതാണ്. ഇനി അതല്ല, അതിൻ്റെ അതേ പെർഫോമൻസും അതിനേക്കാൾ ഒരു പടി മുന്നിലാണ്. CI എഞ്ചിനേക്കാൾ ഒരു പടി മുന്നിലാണ് UC എഞ്ചിൻ്റെ പെർഫോമൻസ്. പിന്നെ ഇതിനേക്കാളൊക്കെ കുറച്ച് നിങ്ങൾക്ക് വൈബ്രേഷൻ കുറവ് CI എഞ്ചിൻ തന്നെ കിട്ടുള്ളൂ. എന്നാലും സ്റ്റാൻഡേർഡ് വണ്ടി കുറച്ച് ഓടി സെറ്റായ വണ്ടി, 2012-13 വണ്ടികളൊക്കെ ഓടി സെറ്റായ വണ്ടികൾ എന്നാൽ ഒരു വൈബ്രേഷനും ഇല്ല. പഴയ വണ്ടിൻ്റെ മാതിരി തന്നെയാണ്. ഒരു 60-70 ലക്ഷം കിലോമീറ്ററുടെ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കൂ, കറക്റ്റ് സർവീസ് ചെയ്യണ വണ്ടി. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വർക്കെടുത്ത് നശിപ്പിച്ച വണ്ടിയെ കുറിച്ചൊന്നും ഓടിച്ചിട്ട് എന്നോട് ഈ വണ്ടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോരുത്. ഏത് വണ്ടി, കാറാണേലും ബൈക്കാണേലും ഏത് വണ്ടിയും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി ഓടിച്ചാൽ തന്നെ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ബുള്ളറ്റ് ആദ്യം തന്നെ ഒരു ഷവർ വണ്ടി ഓടിച്ചാൽ ഇതാണ് ബുള്ളറ്റ് എന്ന് ചോദിച്ചിട്ട് ആ വണ്ടി തന്നെ വെറുത്തു പോകും. അങ്ങനത്തെ വണ്ടികൾ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്താൽ താരതമ്യേന വില കുറവിൽ കിട്ടും. 2010, 12, 13, 14, 12, 13 ഇത് ഫസ്റ്റ് ഇറങ്ങിയിട്ടില്ല. 14-ന് മുന്നുള്ള വണ്ടികളൊക്കെ അടിപൊളി വണ്ടി എന്ന് പറയും. 12, 13, 10 വണ്ടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വർക്ക് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പഴയ CI എഞ്ചിൻ്റെ അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസും അതേ രീതിയിലുള്ള ബോഡി, ഈ ടാങ്ക്, അതിൻ്റെ ബാക്കിലെ മഡ്ഗാർഡാണെങ്കിലും ഫ്യൂൽ ടാങ്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഏകദേശം അതേമാതിരിയാണ് വന്നേക്കുന്നത്. അത് മീറ്റർ പോലും, ഇതിൻ്റെ സ്പീഡോ മീറ്റർ പോലും പഴയ വണ്ടിൻ്റെ ഏകദേശം അതേ ഇതിൽ തന്നെയാണ്. പിന്നെ ആംപിയർ മീറ്റർ ആണെങ്കിൽ എല്ലാം ഒരു പഴയ വണ്ടിയായിട്ട് നല്ല രീതിയിൽ നീതി പുലർത്തുന്ന ഇതിൽ തന്നെയാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ എടുത്ത് നിങ്ങൾക്ക് വണ്ടി കുറച്ച് ക്യാഷ് ഉണ്ടാകുമ്പോൾ വണ്ടി അങ്ങ് എടുക്കുക. അത് വണ്ടി ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുക നല്ല വൃത്തിയിൽ. അത്യാവശ്യം കോസ്മെറ്റിക് ഒന്നും പ്രശ്നമല്ല, തുടക്കത്തിൽ വൃത്തിയല്ല, വണ്ടികൾ വൃത്തിയുള്ള വണ്ടികളുണ്ട്. വണ്ടി ഇങ്ങനെ ഓടിച്ച് കൊണ്ടുനടക്കുക. കുറച്ച് ക്യാഷ് ആകുമ്പോൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്ത് ഉപയോഗിച്ച് നോക്കി. ഏത് കാലത്തും ഇനി ഇപ്പോഴും ഇന്നും എന്നും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ബുള്ളറ്റ് എന്നുള്ളൊരു 40 സ്പീഡിൽ ക്രൂസ് ചെയ്ത് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതല്ലാതെ ഹൈ സ്പീഡിൽ തന്നെ വണ്ടി വേണമെന്നുള്ള ആളുകൾ ഒരിക്കലും നമുക്ക് ബുള്ളറ്റ് ഇതിലേക്ക് പോകരുത്, സ്റ്റാൻഡേർഡിലേക്ക് പോകരുത്.
ഒരു 40 സ്പീഡിലൊക്കെ ഒക്കെ ചെറിയ പിന്നെ 40 സ്പീഡിൻ്റെ 40ൻ്റെ ഷോടൊക്കെ താഴോട്ടൊക്കെ ഒരു ടോപ്പ് ഗിയറിലൊക്കെ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്ത് സുഖമാണ് ഓടിക്കാനെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് കിട്ടാൻ കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റ് അല്ലായിരുന്നു, അതൊക്കെ ട്യൂൺ ചെയ്ത് കറക്റ്റാക്കി വണ്ടി ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാൻ എപ്പോഴും പഴയ വണ്ടി പിന്നെ 2012, 2013 വണ്ടിയൊക്കെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളൊക്കെ ഓടിച്ചപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു കാര്യം പറയാറുണ്ട്. ഇതിൻ്റെ ഇപ്പോഴുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജെ സീരീസ് ആണെങ്കിലും എത്രത്തോളം ലൈഫ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ എൻജിനാണ്, പുതിയ ടെക്നോളജിയാണ്, നിന്നേക്കാം, ചിലപ്പോൾ നിൽക്കില്ലായിരിക്കാം, ചിലപ്പോൾ വാറണ്ടി പീരീഡ് കഴിയുന്നതോടെ പണി കിട്ടിയേക്കാം, എല്ലാം സാധ്യതയുണ്ട്, ഒന്നും പറയുന്നില്ല. അത് കമ്പാരിറ്റീവ്ലി പിന്നെ വൈബ്രേഷൻ കുറവാണ്, ന്യൂജൻ ടെക്നോളജിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ആ ഒരു പിന്നെ തനിമ, ഇതിൻ്റെ ഒരു പിന്നെ സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. സി എൻജിൻ ഓടിക്കുന്ന ആളുകൾക്കറിയാം, ഇപ്പോൾ G2 വണ്ടി ഓടിക്കുന്ന ആളുകൾക്കറിയാം. അതായത് ഒരു ലെജൻഡ് റൈഡേഴ്സിന് എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടി. അപ്പോൾ ഇതിൽ വേറെ BS3 വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട് കേട്ടോ. BS3 വണ്ടി എടുക്കുമ്പോൾ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കമ്പാരിറ്റീവ് എക്സ്പെൻസ് കുറവാണ്. കാരണം അത് എഞ്ചിൻ ഓപ്പൺ ചെയ്യാതെ തന്നെ, ഇനി എഞ്ചിൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് വണ്ടി എടുത്താൽ BS4 ആയാലും കുഴപ്പമില്ല, ഡൈക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എഞ്ചിനൊക്കെ ഫിറ്റാണ് എങ്കിൽ നമുക്ക് മറ്റേനേക്കാളും താരതമ്യേന കുറഞ്ഞ ചിലവിൽ നമുക്ക് പിന്നെ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക് ബ്രേക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക് ചിലവ് കുറഞ്ഞ രീതിയിലും ചിലവാക്കുന്ന രീതി രണ്ട് ഇതിനും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്കൊരു മോഡേൺ ആയിട്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എല്ലാവരും പറയുന്ന സംഗതി ഒന്ന് ഡിസ്ക് ബ്രേക്കാണ്. ബ്രേക്കിംഗ് ഫ്രണ്ട് ഡിസ്ക്കായിട്ട് ബ്രേക്കിംഗ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ബ്രേക്കിംഗ് കിട്ടും എന്നുള്ളത് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ രണ്ടാമത് എല്ലാവർക്കും വേണ്ടത് സെൽഫ് സ്റ്റാർട്ടാണ്. കിക്ക് ചെയ്ത് കാലത്തിനൊക്കെ താല്പര്യമില്ല. അപ്പം ആ ഒരു സെൽഫും ഇതിൽ ആഡ് ചെയ്യാം. ഇനി അതല്ല, പഴയ വണ്ടിയുടെ ആ ഒരു ഡീകംപ്രഷൻ, ആ ഒരു പിന്നെ സൗണ്ടും കൂടെ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹങ്ങൾക്ക് അതും ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു മോഡേൺ വണ്ടിയോട് കിടപിടിക്കുന്ന രീതിയിൽ റീസ്റ്റോർ ചെയ്തങ്ങ് ഇറക്കി കഴിഞ്ഞാൽ എല്ലാം ഇതിലായി, സെൽഫായി, ഡിസ്ക്കായി, ആ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന എല്ലാവിധ ഫീലുമായി പഴയ ഒരു വണ്ടിയായി. പിന്നെ എന്ത് വേണം? അപ്പം ഏത് വണ്ടി എടുക്കാമെന്ന് പറയുന്ന ആളുകൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ആണോ ഗോ ഫോർ BS3. നല്ല വണ്ടികൾ കേട്ടോ, നല്ല വണ്ടികൾ നോക്കിയിട്ട് വില കുറഞ്ഞ രീതിയിൽ. ഇനിയിപ്പോൾ ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് മാർക്കറ്റ് കൂട്ടാൻ നിൽക്കേണ്ട, 40, 50, 60 രീതിയിലൊക്കെ നല്ല വണ്ടികൾ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും തന്നില്ലേ എന്നെ തെറി പറയാൻ നിൽക്കേണ്ട, ആ റേഞ്ചേ ഉള്ളൂ വണ്ടിക്ക്. അതിന് കൂടുതലൊന്നും കൊടുത്ത് BS3 വണ്ടികളൊന്നും വാങ്ങരുത്. നല്ല വണ്ടികൾക്കാണ് ചിലപ്പോൾ 5 രൂപ കൂടുതൽ കൊടുത്താൽ നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ്. BS3 വണ്ടി തന്നെ എടുത്തോളൂ, സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പണിയാനൊന്നും താല്പര്യമില്ല, കുറച്ച് അത്യാവശ്യം വൃത്തി വേണമെങ്കിൽ BS4 ആയാലും യാതൊരു പ്രശ്നമൊന്നുമില്ല. ഇനി BS6 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം UC ഈസ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയും. കാരണം തലവേദന ജെ സീരീസിൻ്റെ അത്രത്തോളം വരാൻ സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നു. കാരണം ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോവാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു വാഹനങ്ങൾക്കും ലോങ് ലാസ്റ്റിംഗ് വേണമെന്ന് ഒരു കമ്പനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അവർ പുതിയ പുതിയ ടെക്നോളജി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ എൻജിൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻജിൻ എത്ര കാലം നിൽക്കുന്നെന്ന് യാതൊരു ഉറപ്പുമില്ല ഇന്നത്തെ സമയത്ത്. അത് ഏതൊരു കമ്പനിയാണെങ്കിലും കൂടെ വേറൊരു കമ്പനി പുതിയ ടെക്നോളജി ഇറക്കുമ്പോൾ ആ ടെക്നോളജി കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ എൻജിൻ തന്നെ മാറ്റി പണിയും. അപ്പോൾ ചിലപ്പോൾ ഈ എൻജിൻ നിൽക്കും, ചിലപ്പോൾ ആ എൻജിന് സ്പെയർ കിട്ടില്ല. പക്ഷേ UC എൻജിന് യാതൊരു ടെൻഷനും ഇല്ല. 2010 മുതൽ 2025 ഈ നിമിഷം വരെ, എനിക്ക് തോന്നുന്നു 23, 24, 23 വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയാണ് കേട്ടോ. അതുവരെ അതായത് 10-13 വർഷം, 10-14 വർഷം തുടർച്ചയായിട്ട് പ്രൊഡക്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പാർട്സിന് യാതൊരു ടെൻഷനും നമ്മൾ ഈ വണ്ടിൻ്റെ ലൈഫിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. ഒരുവിധ പാർട്സ് എല്ലാം തന്നെ അവൈലബിളാണ്. അത് നല്ല സപ്പോർട്ടുണ്ട്. അതേമാതിരി നല്ല രീതിയിൽ സ്പെയർ വർക്ക്ഷോപ്പ് എടുത്ത് പഠിച്ച മെക്കാനിക്കുകളും ഒരുപാടുണ്ട്. ഒരു വഴിയിലും കൊടുങ്ങില്ല, ഒരു ടെൻഷനും തരില്ല, ഒരു സെൻസറിൻ്റെ പ്രശ്നമില്ല, ഒരു ABS മോഡുലേറ്റർ പോയി എന്നുള്ള ടെൻഷനും വേണ്ട. ലൈറ്റ് കത്തുന്നുണ്ട്, ഇതൊന്ന് കെടുത്തി തരുമെന്ന് വെച്ച് വർക്ക്ഷോപ്പ് പോയിട്ട് സ്കാൻ ചെയ്ത് പൈസ കളയണ്ട, ഒന്നും വേണ്ട. എല്ലാം കൊണ്ടും ഹാപ്പി. ആര് ഹാപ്പി? ഇത് എടുക്കുക ഉപയോഗിക്കുന്നവർ ഹാപ്പി. പിന്നെ ഫീലാണെങ്കിലോ ഇപ്പോഴത്തെ വണ്ടിക്ക് ഈ ഒരു ഫീല് തരാൻ കഴിയില്ല. ഒരു ബൈക്ക് എന്ന നിലക്ക് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം, ഒരു പുതിയ വണ്ടി എന്ന നിലക്ക് കൊണ്ടു നടക്കാം. അതല്ല കുറച്ച് ഏറ്റവും മോഡേൺ ആയിട്ട് കുറച്ച് ടെക്നോളജി, ഒരു പവർഫുൾ മൊബൈൽ ചാർജർ ഉണ്ട്, അതല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നാവിഗേഷൻ ഉണ്ട്, അതൊക്കെയാണല്ലോ ഇപ്പോൾ LED ഹെഡ്ലൈറ്റ് ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് എന്നൊക്കെയാണ് വലിയ അഡ്വഞ്ചർ എല്ലാവരും പറയുന്നത്, നല്ല ഹൈപ്പായിട്ട് പറയുന്നത്.
ഇതൊന്നും ഇത് ബൈക്കിന് ആവശ്യമുള്ളതല്ല. മൊബൈൽ നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് കൊണ്ടെടുക്കാം. ഇനി വേണം എക്സ്ട്രാ ഒരു മൊബൈൽ ചാർജറിൽ വെക്കാം. പിന്നെ LED ഹെഡ്ലൈറ്റ് അതെല്ലാ വണ്ടിക്കും വെക്കാം. സ്ലിപ്പർ ക്ലച്ച് UC വണ്ടിയിൽ ഇപ്പോൾ അവൈലബിൾ എല്ലാം. ജെ-സീരീസ് ഇറങ്ങിയ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് ഉപയോഗിക്കുക. സ്ലിപ്പർ ക്ലച്ച് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ 24 മണിക്കൂറും ക്ലച്ചും പിടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. പിന്നെ അതേമാതിരി അത്ര ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആവശ്യമുള്ളൂ. ക്ലച്ച് ലോക്കാതാക്കാൻ വേണ്ടിയിട്ടാണ്, വീൽ ലോക്കാതാക്കാൻ. സഡൻ ബ്രേക്കിങ്ങിൽ, സഡൻ ക്ലച്ച്, ഗിയർ ഡൗണിങ്ങിൽ ഗിയർ ലോക്കാതിരിക്കാനാണ് ഒരു സ്ലിപ്പർ ക്ലച്ച് കൊടുത്തേക്കുന്നത്. കുറച്ച് സ്മൂത്ത് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. നമ്മളൊക്കെ വണ്ടി ഓടിച്ച് പഠിച്ച ആളുകൾക്ക് ചെറിയ റഫ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് നടക്കണ ഇലക്ട്രിക് വണ്ടി അങ്ങ് എടുത്താൽ മതിയല്ലോ എല്ലാവർക്കും. അത് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന എപ്പോഴും ബുള്ളറ്റിൻ്റെ ഒരു ഫീലും ബുള്ളറ്റിൻ്റെ ഒരു പഞ്ചും എക്സോസ് നോട്ടും കയറ്റി നമ്മൾ ആസ്വദിച്ച് യാത്ര ചെയ്യാനല്ലേ. അതിന് ബുള്ളറ്റ് തന്നെ വേണം. ആ ബുള്ളറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ UC എഞ്ചിനോടുകൂടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആ ഒരു പഞ്ച് ട്രഡീഷണൽ എഞ്ചിൻ എപ്പം ഒരു മോഡേൺ എഞ്ചിനിലേക്ക് മാറി അതോടുകൂടി റോയൽ എൻഫീൽഡ് നാമം മാത്രമേ ഉള്ളൂ എന്നും. അപ്പം ആ ഒരു ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു BS6 BS7 ആ നോംസിനോട് പിടിക്കാണ് എഞ്ചിൻ മാറ്റിയേ തീരൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വേറെ വഴിയില്ല. ഡീസൽ എഞ്ചിനൊക്കെ എല്ലാ ചെറിയ വണ്ടികളൊക്കെ നിർത്താനുള്ള കാരണം തന്നെയാണല്ലോ, അല്ലാതെ എഞ്ചിൻ ഫെയിൽ ആയതുകൊണ്ടല്ലല്ലോ. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഗോ ഫോർ UC സ്റ്റാൻഡേർഡ് BS3 വണ്ടി. നിങ്ങൾക്ക് സെൽഫ് കയറ്റാം. ഇതൊക്കെ പൈസ ഉള്ള സമയത്തോടെ ചെയ്താൽ മതി. ഒരു വണ്ടി, നല്ലൊരു വണ്ടി പൈസ കുറഞ്ഞ് കിട്ടുകയാണ്, വാങ്ങിച്ചിങ്ങ് വെക്കുക. എന്നിട്ട് അടുത്ത പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് വർക്കെടുത്ത് ഫലിപ്പിച്ച് കൊണ്ട് നടക്കുക. EMI എടുത്ത് മാസം തലവേദനയാക്കാതെ ഉള്ള കയ്യിലുള്ള പൈസ EMI ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടക്കുന്നോടൊരു ബുള്ളറ്റ് കിട്ടും, കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കൊണ്ടുപോയി നടന്ന് നോക്കി ബുള്ളറ്റിൻ്റെ ഫീലും യാത്ര ചെയ്യുന്ന സുഖവും ബുള്ളറ്റ് എന്താണെന്ന് അറിയണമെന്നെങ്കിലും അതൊന്ന് ശരിയായ രീതിയിൽ നല്ല വർക്ക് അറിയുന്ന ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് അങ്ങ് കൊടുത്തിട്ട് നല്ല പണിത കൊണ്ടുവന്ന് നോക്കി. അപ്പം അറിയാം എന്താണ് ബുള്ളറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് എൻ്റെ അപ്പം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഏതായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു നഷ്ടം വരില്ല. റോയൽ എൻഫീൽഡ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർവീസ് പരമായിട്ടും റിവ്യൂ പരമായിട്ടും എന്ത് കാര്യങ്ങൾക്കും അതേ സമയങ്ങൾ അപ്ഡേറ്റ് തരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.